ഹായ്, ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു നോർമൽ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ പോലെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന്. രാവിലെ ഒരു കപ്പ് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്നു കുടിച്ചു. അത് കുടിച്ച് കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇന്ന് വീഡിയോ എടുക്കാത്തതുകൊണ്ട് മാത്രം ആർഭാടത്തിനൊരു കോൾഡ് കോഫി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായയും വെള്ളവും ഒന്നും കൂടെ കുടിക്കലില്ല. അങ്ങനെ നമ്മുടെ കോഫി റെഡിയായി. ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ അത് പോയി എടുക്കാം. അങ്ങനെ ചപ്പാത്തിയും കറിയും പ്ലേറ്റിലെടുത്ത് നമ്മൾ നേരെ ടേബിളിൽ പോയിരുന്ന് കഴിച്ചു. എനിക്ക് ഈ വ്ളോഗുകളൊക്കെ എടുക്കുന്നതിനെ കുറിച്ച് വലിയൊരു ധാരണ ഒന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഭംഗിക്ക് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്നുള്ള വെജീസൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് ഒരു സാലഡ് അങ്ങ് ഒപ്പിച്ചു. ഞാനിവിടെ ക്യാരറ്റും കുക്കുംബറും ലെറ്റസുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ സാലഡും റെഡിയാക്കി അതും ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാലഡ്. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഹെൽത്തി ഓപ്ഷനൊക്കെ നല്ലതായിരിക്കും. ഇന്നിവിടെ ഉച്ചക്ക് ചോറും ചിക്കൻ കറിയാണ്. ഇന്ന് രാവിലത്തെ ചപ്പാത്തിയും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഒന്ന് ചോറിന് പകരം ആ ചപ്പാത്തി റോള് പോലെ ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു മുട്ട പൊരിച്ചതും പിന്നെ കുറച്ച് വെജീസും പിന്നെ നമ്മുടെ കറിയിലുള്ള ചിക്കനും അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ചെറിയ ചപ്പാത്തി ആയതിനെ കൊണ്ട് തന്നെ റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ റോളാക്കി എടുത്തിട്ടുണ്ട്. കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടെ പുറത്ത് വരുമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപോലത്തെ 2 റോൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എടുക്കുന്നു കഴിക്കുന്നു. റോൾ ഞാൻ കഴിക്കാൻ വേണ്ടി കയ്യിലെടുത്തതും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചതായിരുന്നോണ്ട് കുറച്ച് ഫില്ലിങ് പ്ലേറ്റിലേക്ക് തന്നെ ചാടുന്നുണ്ട്. ടേസ്റ്റ് എന്ന് പറയാൻ മാത്രമല്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇന്ന് ഈവനിങ് സ്നാക്കായി ഉണ്ടാക്കിയിട്ടുള്ളത് പാസ്തയാണ്. ഞാനത് ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7 ആകുമ്പോഴാണ് കഴിച്ചത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ പാസ്ത. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവുന്ന ഒരു സാധനം കൂടിയാണിത്. ഇത് മസാല പാസ്ത ആയതിനെ കൊണ്ട് തന്നെ ഞാൻ അതിൽ കുറച്ച് കെച്ചപ്പ് വെച്ചിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാസ്ത. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഫുഡ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. See you again in next video. Bye.